ഹായ് ഗായ്സ്, ഞങ്ങൾ ഒഫീഷ്യലി ഒരുമിച്ചായിട്ട് 2 മാസമായിട്ടോ. പക്ഷേ ഇതിന് മുന്നേ ഒരു ടൈം ഉണ്ടായിരുന്നു. വോയിസ് കോളും മ്യൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കോളും ഒന്ന് കണ്ടാൽ മാത്രം മതി, നീ ഒന്നും മിണ്ടണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമൊക്കെ ഇല്ലേ. പിന്നെ ഒരു പണിയില്ലാതിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആണെങ്കിലും ഇങ്ങനെ ഒരു 100% ക്രിഞ്ചും ക്ലീഷയും പൈങ്കിളിയും നിറഞ്ഞ് ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത് ഈവൻ ഒറ്റ ഒരാളാട്ടോ. പാവം, ഞങ്ങളുടെ കാര്യം അവൻ്റെ വീട്ടിലും പറഞ്ഞതവനാ, എൻ്റെ വീട്ടിലും പറഞ്ഞതവനാ. അഥവാ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അത് അമ്മയുടെ ഭാഗത്തുനിന്നേ വരുത്തുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ പിന്നെ എന്നെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അതുപോലൊക്കെ തന്നെ ആയിരുന്നു നടന്നതും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയപ്പം എല്ലാവർക്കും പിടികിട്ടി. പിന്നെ ശടപടേന്നായിരുന്നു എല്ലാം. പെണ്ണ് കാണൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വീട്ടിൽ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പെണ്ണ് കാണൽ അങ്ങ് സംഭവിച്ചു. എൻ്റെ പെണ്ണ് കാണൽ ലുക്ക് ഇതല്ല കേട്ടോ, ദേണ്ട് ഇതാണ്. കണ്ടിട്ട് ഇത് തന്നെയാണോ പെണ്ണെന്ന് തോന്നിപ്പോകും. പക്ഷെ എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മൊമെൻ്റ് എത്തി. ഇതിനു മുന്നേ ഇവനെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ട്രേയുമായിട്ട് മുന്നിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യും കാലും വരച്ച്. ചുറ്റും ആൾക്കാരല്ലേ, അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പപ്പണിയല്ല ഇതെന്ന്. പിന്നെ ഈ വരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ, ശ്രീലക്ഷ്മി. എൻ്റെ അമ്മ എന്നെ ഇത്ര കാര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അവളെ കാര്യമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം 1 വർഷം മുന്നേ നടന്ന കാര്യമാണേ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കങ്ങ് അതിശയം തോന്നുക. അന്ന് എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ എനിക്കങ്ങനെ ശ്രീയുടെ അച്ഛൻ, ശ്രീയുടെ അമ്മ, ശ്രീയുടെ ചേച്ചിമാർ, ചേട്ടന്മാർ. പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിമാർ, ചേട്ടന്മാർ, കുട്ടികൾ, അങ്ങനെ പറയാനേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ ആയി. എന്താ അല്ലേ, ഓരോ സമയം കഴിയുന്തോറും എന്തൊക്കെ മാറ്റങ്ങളല്ലേ. എന്തായാലും എൻ്റെ ലൈഫിൽ ഇത് നല്ലൊരു മാറ്റം തന്നെ കേട്ടോ. എങ്ങനെയുണ്ട് ഈ പെണ്ണ് കാണൽ സ്റ്റോറി?